വചനം കേൾക്കുന്നവരായിട്ട് മാത്രം ഇരിക്കാതെ അത് സംബന്ധിച്ച് ചെയ്യുന്നവരായിട്ട് നാം ഇരിക്കണം. എനിക്കുണ്ടായ ഒരു നല്ല അനുഭവം, കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു നല്ല അനുഭവം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എൻ്റെ സന്ദേശം ഞാൻ ആരംഭിക്കാം. ഇത് ഞാൻ പലയിടത്തും കൺവെൻഷനുകളിലും പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമായതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനൊരു സ്ഥലത്ത് ഒരു കോൺഫറൻസിനായിട്ട് പോയി. നമ്മുടെ ഒരു സമ്മേളനം, സുവിശേഷകന്മാരും മൂപ്പന്മാരും പ്രവർത്തകരും ഒക്കെയുള്ള ഒരു സമ്മേളനം. 2-3 ദിവസം ആ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒടുവിലത്തെ ദിവസം ഞങ്ങൾ പിരിയാൻ പോവുകയാണ്. അപ്പോൾ പിരിയാൻ നേരത്തെ ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ച് ഈ കോൺഫറൻസ് ഇപ്പോൾ സമാപിക്കും, വന്നിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും എന്ന് അവിടെ MC ആയിരുന്ന ആൾ പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ സാധാരണ യോഗം സമ്മേളനമൊക്കെ തീരുമ്പോൾ അതിലേറ്റവും പ്രായമുള്ള അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആളുകളോടാണ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനൊക്കെ പറയാറുള്ളത്. അതുപോലെ ആ സംസ്ഥാനത്തെ, കേരളത്തിന് വെളിയിലൊരു സ്ഥലത്താണ്, ആ സ്ഥലത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള, പ്രായം കൊണ്ടും പക്വത കൊണ്ടും അനേക വർഷങ്ങൾ സുവിശേഷ വേലയിലായിരുന്നു എന്നുള്ളത് കൊണ്ടും ഏറ്റവും സീനിയർ ആയിട്ടുള്ള ദൈവദാസന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ വന്ന് എല്ലാവരെയും പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനും മറ്റു പ്രസംഗരും ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഈ പക്വതയുള്ള ദൈവദാസൻ, സീനിയർ ആയിട്ടുള്ള ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. അതിന് കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഫോണിൽ ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ദേഷ്യപ്പെട്ട് പിണങ്ങി ഞാൻ പറഞ്ഞു. അത് ക്രമപ്പെടുത്താതെ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഗട്ട്സ് ഒന്ന് നോക്കണേ, സ്പിരിച്വൽ ഗട്ട്സ്. ചെറുപ്പക്കാരനല്ല, പയ്യന്മാരാരുമല്ല, അവിടെ ഉള്ളതിലെ ഏറ്റവും സീനിയർ സുവിശേഷകനാണ്, എല്ലാം കൊണ്ടും സീനിയറാണ്. അദ്ദേഹം പറഞ്ഞു, അത് സെറ്റിൽ ചെയ്യാതെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ ദൈവാത്മാവ് ആ കോൺഫറൻസിൽ വെച്ച് തന്നോട് സംസാരിച്ചു. താൻ ഫോണിൽ ഒരാളോട് സംസാരിച്ച ചില കാര്യങ്ങൾ അത് പ്രയാസമുളവാക്കുന്നതായിരുന്നു താൻ മനസ്സിലാക്കി. അവിടെ വെച്ച് ആ കാര്യത്തിന് ക്ഷമ ചോദിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നാണം കിട്ടും. പക്ഷെ നാണക്കേടല്ല, ദൈവസന്നിധിയിൽ ഏറ്റവും മാന്യമായൊരു കാര്യമാണ് താൻ ചെയ്തത്. പക്ഷെ നമ്മൾ പറച്ചോ, എന്തൊരു നാണക്കേടായിപ്പോയി, എല്ലാവരുടെയും മുമ്പിൽ കൊച്ചായിപ്പോയി ഈ വലിയ ആള് എന്ന് നമ്മൾ പറയും. പക്ഷേ താൻ ദൈവസന്നിധിയിൽ വളരെ സ്വീകാര്യമായൊരു കാര്യമാണ് ചെയ്തത്. പരസ്യമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ കാര്യം സെറ്റിൽ ചെയ്ത് ദൈവ മുൻപിൽ ആ കാര്യം സമർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ച് ആ കോൺഫറൻസ് അവസാനിച്ചു. ഞാനത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ എത്രയും വേഗത്തിൽ അത് ക്രമപ്പെടുത്താനായിട്ട് നാം സ്റ്റെപ്സ് എടുക്കണം. അല്ലെങ്കിൽ ആ വെളിച്ചം ഇരുട്ടായിട്ട് തീരും. അതായത് നമുക്ക് വെളിച്ചം കിട്ടി, നമ്മളത് അനുസരിക്കാതെ പോയാൽ ആ വെളിച്ചം മങ്ങി 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 ഇരുട്ടായി തീരും. പിന്നെ അതിനെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകുകയുമില്ല. അത് അനുസരിക്കാനുള്ള ആ സന്തോഷവും നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ പിന്നെ ആ കാര്യം ക്രമപ്പെടുത്താതെ നാം മുമ്പോട്ട് പോയി നമ്മുടെ ജീവിതം ആത്മീകമായി ദോഷത്തിൽ അകപ്പെടും. അത് ഏത് പ്രസംഗമാണെങ്കിലും ആര് പ്രസംഗിക്കുന്നതാണെങ്കിലും ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ആ കേട്ട വെളിച്ചത്തെ അനുസരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ.